രാജ്യദ്രോഹികളുടെ അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. സംസാരിക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ ഉത്തരം മുട്ടിയപ്പോ തുറുപ്പിട്ടെടുത്തിട്ടു. ഞാൻ അഖണ്ഡത്തിൽ പോകാൻ തയ്യാറാണ്. അഖണ്ഡ ഭാരതം കെട്ടിപ്പിടിച്ച് വെട്ടിവെറുക്കുക ബി ഗോപാലകൃഷ്ണൻ. ഇന്ന് 10 പാകിസ്ഥാൻകാരനെന്നോ ഉളുപ്പ് വേണ്ടേ ബി ഗോപാലകൃഷ്ണൻ? പാകിസ്ഥാൻകാർ ശരി, ഓക്കെ. ഭാരതമാതാവിനെ എതിർക്കുന്നവരാണ് പാകിസ്ഥാൻകാർ. നിങ്ങൾക്ക് നാണമുണ്ടോ ഇത് പറയാൻ? അത്രേ എനിക്ക് പറയാനുള്ളത്. ഭൂപടമാണ്. അതിനെ മറ്റാര് നെഞ്ചേറ്റുന്നു? നിങ്ങളല്ലാതെ. അതിനെ ആർക്ക് അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾക്കല്ലാതെ. നിങ്ങൾ മാത്രമേ നെഞ്ചേറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അത് RSSന്റെ ചിത്രമാണ്, RSSന്റെ സങ്കല്പമാണ്. ഞാനൊന്ന് പറയട്ടെ, അല്ലാന്ന് അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞ കേൾക്കൂ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ പറയട്ടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, ഇനി വരാൻ പോകുന്ന എല്ലാ ഗവർണർമാരും RSS തന്നെയാവും. അതിനകത്തൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് ഇനി കേന്ദ്രത്തിൽ അധികാരം കിട്ടുക എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിരിക്കും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ത്യക്ക് വെളിയിൽ 10-32 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. ഇന്ത്യയിലെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരും RSS പ്രവർത്തകരാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പൊന്നു സുഹൃത്തെ, അത് ഭൂപടമല്ല. എന്താണ് അത്? ഭൂപടമാണെന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകളാണ്. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. പിന്നെന്താണ് അതൊരു ഈ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒന്നാണ്. വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. സർവ്വചരാചരങ്ങളും ഒന്നാണ്. അതാണ് ഭാരതത്തിന്റെ സങ്കല്പം. അതാണ് അദ്വൈത സങ്കല്പം. തത്വവാദമാണ് സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. ആ സങ്കല്പം നിങ്ങളുടെ മാത്രം സങ്കല്പമോ? അങ്ങനെ ഒരു സങ്കല്പം ഇവിടെ വേറെ ആർക്കും ഇല്ല. നമുക്ക് നിയതമായ ഭൂപടമുണ്ട്, നമുക്ക് നിയതമായ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കപ്പുറം ഒരു രാജ്യം നമ്മൾ ചേർക്കുന്നില്ല. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. നമുക്ക് ആ ഭൂപടം എടുത്തു മാറ്റിയാൽ, ഭൂപടമില്ലാതെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഭൂപടം എടുത്ത് മാറ്റി. ഇടയ്ക്ക് നിങ്ങൾ എടുത്ത് മാറ്റി. BJPയുടെ പരിപാടി വന്നപ്പോൾ പിന്നെ അതിന് വിമർശനം ഉണ്ടായപ്പോഴേക്കും പിന്നെയും ബാക്കി ഭൂപടം വന്നു. ആദ്യം ഭൂപടം എടുത്ത് മാറ്റി. ഒന്ന് എവിടെയും ഉറച്ചു നിൽക്കുക. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ പ്രപഞ്ചത്തെ അതിൽ പാകിസ്ഥാനും ഉണ്ട്, ബംഗ്ലാദേശും ഉണ്ട്, അമേരിക്ക, റഷ്യ ഒന്നും ഇല്ലല്ലോ. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് അറിയാത്തതല്ല. അഖണ്ഡം എന്ന് പറഞ്ഞ ഏത് രാജ്യങ്ങളാണെന്ന് അറിയാത്തൊന്നുമല്ല. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. അല്ല ബി ഗോപാൽ, അത് എന്റെ താല്പര്യമാണ്. നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ സിമ്പൽ, നിങ്ങളുടെ അഖണ്ഡം നിങ്ങളാ തീരുമാനിക്കണ്ടേ. അത് ഞാനെന്താവുന്ന? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ആ ബെസ്റ്റ് പാകിസ്ഥാൻ ചേർത്ത് സങ്കല്പം വെച്ചാ പറയുന്നത്.